കേരള സാഹിത്യ അക്കാദമിയും വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷനും ചേർന്ന് പാവങ്ങൾ നോവലിന്റെ 100ാം വാർഷികം ശനിയാഴ്ച രാവിലെ 10-ന് പുന്നയൂർകുളം കമലാ സുരയ്യ സ്മാരക സമുച്ചയ പരിസരത്ത് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുന്നയൂർകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫ്രഞ്ച് നോവലിസ്റ്റ് വിക്ടർ ഹ്യൂഗോ രചിച്ച വിശ്വവിഖ്യാതമായ ഫ്രഞ്ച് നോവലാണ് ലേ മിറാബിലെ. 1862-ലാണ് ഈ കൃതി പുറത്തിറങ്ങുന്നത്. പിന്നീട് 1863-ൽ അമേരിക്കൻ പത്രപ്രവർത്തകനായിരുന്ന ചാൾസ് വിൽബോർ ആ കൃതിയെ ഇംഗ്ലീഷിലേക്ക് ലെസ് മിസറബിൾസ് എന്ന പേരിൽ തർജ്ജമ ചെയ്തു. വിശ്വസാഹിത്യത്തിലെ ഏറ്റവും മികച്ച നോവലുകളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. 1925-ൽ പാവങ്ങൾ എന്ന പേരിൽ ഈ കൃതി നാലപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അന്നുവരെ തുടർന്നു പോന്നിരുന്ന രചനാസങ്കല്പങ്ങളെയും സങ്കേതങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും പുതിയ ഒരു പാന്ത ഒരുക്കുകയാണ് ഈ വിവർത്തന കൃതി ചെയ്തത്. സ്വാതന്ത്ര്യസമരവും നിരവധി നവോത്ഥാന പ്രസ്ഥാനങ്ങളും സജീവമായിരുന്ന കേരളത്തിൽ പാവങ്ങൾ വിസ്മയകരമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഉന്നത കുലജാതന്മാരുടെ സ്തുതികീർത്തനങ്ങൾ മാത്രം നിറഞ്ഞ ഒരിടത്തേക്ക് ജീൻവാൾജിൽ എന്ന പട്ടിണി കൊണ്ട് മോഷണം നടത്തേണ്ടി വന്ന ഒരു മനുഷ്യന്റെ കഥ പറയുക വഴി നാലപ്പാട്ട് നാരായണ മേനോൻ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഒരു വിപ്ലവമാണ് സാധ്യമാക്കിയത്. നമ്മളുടെ നാട്ടില് മലയാളത്തില് ഒരിക്കലും ഇതുപോലുള്ള ഒരു ആൾക്കാരുടെ കഥകളോ കവിതകളോ അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങളോ അല്ല കൈകാര്യം ചെയ്തിരുന്നത്. അതൊക്കെ രാജാക്കന്മാരുടെ കഥകൾ, നമ്പൂരിമാരുടെ കഥകൾ, ഉപരിവർഗത്തിലുള്ള ആൾക്കാരുടെ കഥകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാഹിത്യം എന്ന് വെച്ചിട്ട് മലയാളി ഇരിക്കുന്ന കാലത്താണ് ഇത് ഒരു വളരെ വലിയ ഒരു സ്ഫോടനം ഉണ്ടാക്കുന്നത്. വളരെ താഴ്ത്തട്ടിൽ കിടക്കുന്ന, സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യർക്ക് കഥയുണ്ട്, അവർക്കും ജീവിതമുണ്ട്, അതിന് സാഹിത്യമുണ്ട് എന്നുള്ള ഒരു വലിയ വിജ്ഞാപനം നടത്തുന്നത് പുന്നയൂർകുളത്തുനിന്നാണ്. പാവങ്ങളുടെ വിവർത്തനം മലയാള സാഹിത്യത്തിന്റെ നവോത്ഥാനത്തിനാണ് വഴിവെച്ചത്. 2025-ൽ പാവങ്ങൾ 100 വർഷം പിന്നിടുകയാണ്. മെയ് 3 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ പുന്നയൂർകുളത്തെ കമലാ സുരയ്യ സ്മാരകത്തിന്റെ സമീപത്തുവെച്ച് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നടത്തുന്നത്. 3 സെഷനുകളിലായാണ് പരിപാടികൾ നടത്തുന്നത്. എൻ കെ അക്ബർ MLA-യുടെ അധ്യക്ഷതയിൽ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് VK ശ്രീരാമൻ ആമുഖ പ്രഭാഷണം നിർവഹിക്കും. മുൻ MLA KV അബ്ദുൽ ഖാദർ, പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, സുലോചന നാലപ്പാട്ട്, M കമറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വിവർത്തന സാഹിത്യരംഗത്ത് അമൂല്യ സംഭാവനകൾ അർപ്പിച്ച N മൂസക്കുട്ടിയെ ആദരിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന സെമിനാർ സെഷനിൽ ഡോക്ടർ PK രാജശേഖരൻ, ഡോക്ടർ N അജയകുമാർ, റഫീഖ് ഇബ്രാഹിം, രമ മേനോൻ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന പ്രഭാഷണത്തിൽ അശോകൻ ചെരുവിൽ അധ്യക്ഷത വഹിക്കും. പാവങ്ങളുടെ സർവ്വദേശീയത എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ P ഇളയിടം സംവദിക്കും. വൈകിട്ട് 6-ന് തൃശൂർ നാടകസംഘം അവതരിപ്പിക്കുന്ന പാവങ്ങളെ ആസ്പദമാക്കിയുള്ള 50 മിനിറ്റ് ദൈർഘ്യമുള്ള രംഗാവിഷ്കാരവും ഉണ്ടായിരിക്കും. പാവങ്ങൾ എന്ന നോവലിനെ ആസ്പദമാക്കി നടത്തുന്ന ഛായം ചിത്രകലാ ക്യാമ്പിൽ 12-ൽ പരം ചിത്രകലാകാരന്മാർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് VK ശ്രീരാമൻ, സെക്രട്ടറി ഡോക്ടർ രാജേഷ് കൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.